ഞാനെന്ന് തോന്നിയിട്ടുണ്ടല്ലോ ഒരു അത്യാവശ്യ കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്ന് അറിയുക. ഇതിനു മുമ്പേ ഞാൻ ഈ വീഡിയോ ചെയ്തിന്, പക്ഷേങ്കിലോ എല്ലാവരും കണ്ടിന് എന്നാലോ വലിയ ഗുണമൊന്നുമില്ല. ഇവിടെ വരുന്ന കസ്റ്റമറിനെ നിങ്ങളെ വീഡിയോ കണ്ടില്ല, പക്ഷെ അത് എങ്ങനെയാണ് ഇതാണ് അവസ്ഥ, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇത് എൻ്റെ ഷോപ്പിലെ കസ്റ്റമറെ കാര്യമാണ്. പക്ഷേങ്കിലോ ബാക്കി ഒരുപാട് ജ്വല്ലറി പോകുന്ന ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്ന, ചെയിൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇത്. വേറൊന്നുമല്ല, സംഗതി സിമ്പിളാണ്, പക്ഷേ വെരി സീരിയസ് എന്ന് പറയുക. ഇതിൻ്റെ കൊക്ക എങ്ങനെയാണ് നീർത്തേണ്ടതെന്നുള്ളത് ആർക്കും അറിയില്ല, ഒട്ടുമിക്കാർക്കും അറിയില്ല എന്നത് പറയാനല്ല, ആർക്കും എന്ന് പറയാനില്ല, ഒട്ടുമിക്കാർക്കും അറിയില്ല. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അല്ലാത്തവർക്ക് തീരെ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കൈനെ കൊണ്ട് ഒരു ഉന്ത് സൈഡേക്ക് ഉണ്ടാ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇത് ഊരി സിമ്പിൾ ഇതിങ്ങനെയാക്കി ഇതാ ഇങ്ങോട്ടേക്കൊരു ഉന്തൽ. ഇങ്ങനെയാണ് ശരിക്ക് ബ്രേസ്ലെറ്റ് ഘടിപ്പിക്കുന്ന രീതിയാണ്. ഇനി സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് അറിയാവുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഘടിപ്പിക്കും. കണ്ടാ ഇങ്ങോട്ടേക്ക് ബലിക്കും, ഇങ്ങനെ ഉണ്ടാവുക. നോക്കിയാട്ടെ, ഞാൻ ചെയ്തത് നമ്മൾ വ്യത്യാസം മനസ്സിലായില്ലേ. എന്നിട്ട് ഊരിയിട്ടോ ഇങ്ങനെ അടുപ്പിക്കും. ഇത് ജമ്മത്തിൽ മുട്ടൂല. കണ്ടാ ഈ ഗ്യാപ്പ് അവിടെ തന്നെ ഉണ്ടാവും. ഇതിലേക്ക് കൂടെ സാധനം ഊരിപ്പോവും. എന്നിട്ട് പറയും കൊക്കക്ക് കംപ്ലൈൻ്റ് ആണ്, മാറ്റണം എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ കാണിച്ചെടുക്കുന്നത് നോക്കിയാൽ ഒന്നുകൂടി ലാസ്റ്റ് ഇങ്ങനെ താഴോട്ടാക്കുക. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ മുട്ടിച്ച് വെച്ചാൽ അവിടെ മുട്ടി നിന്ന് കേട്ടാ. ഇനി ഈ സാധനം നോക്കിയട്ടെ, പിടിച്ചാൽ ഊരൂല, ഒന്നും ഊരൂല. അപ്പോൾ സംഗതി മനസ്സിലായല്ല, സിമ്പിള് കാര്യമാണ്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കേസിൽ കൊക്ക മാറ്റാൻ വേണ്ടി ആൾക്കാർ കുറേ വട്ടം വന്നിന്. ഞാൻ പറയും ഇങ്ങനെയാണ് ആക്കേണ്ടത് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു വിടലുണ്ടേ. ഞാനിത് കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി, പക്ഷേങ്കിൽ ഇത് ആർക്കും തിരിയുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ല കാര്യമായിട്ട് തോന്നി, ഇതെല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യം തോന്നിയിട്ടുണ്ടല്ല, എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. കാരണം ഇനി ആദ്യം ഞാൻ വീഡിയോ ആക്കണ്ടല്ല, നിങ്ങളിത് ഷെയർ ചെയ്താൽ ഇത് എല്ലാവർക്കും എത്തും. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയത്, ഒരു കാര്യമായത്, എല്ലാവർക്കും ഇത് ഗുണമാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ള. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് പറയാനുള്ള. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.